വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിൽ ബംഗാളിൽ ചേരിതിരിഞ്ഞ് രാഷ്ട്രീയ പോര് കൂടിയുണ്ട്. തനിക്കെതിരെ പ്രതിപക്ഷം ഗൂഢാലോചന നടത്തുന്നു എന്നാണ് മമതയുടെ ആരോപണം. ചിലരെ മമത സംരക്ഷിക്കുന്നുവെന്നാണ് പ്രതിപക്ഷത്തിന്റെ കുറ്റപ്പെടുത്തൽ. കാല് പിടിക്കാൻ തയ്യാറെന്നും മമത പറഞ്ഞിട്ടും സമരം അവസാനിപ്പിക്കില്ല എന്നാണ് സമരം ചെയ്യുന്ന ഡോക്ടർമാരുടെ നിലപാട്. കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിലെ ജൂനിയർ ഡോക്ടർ നേരിട്ടത് സമാനതകളില്ലാത്ത ക്രൂരത. സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത 12 മണിക്കൂറിനകം പോലീസ് സിവിക് വളണ്ടിയർ സഞ്ജയ് റോയ് പിടിയിലായി. എന്നാൽ പ്രതിഷേധം ഇപ്പോഴും ആളിക്കത്തുകയാണ്. പ്രതിക്ക് പോലീസുമായുള്ള അടുപ്പം, മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിന്റെ പരാമർശം, വിഷയം കൈകാര്യം ചെയ്ത രീതി, ഇതെല്ലാം ആദ്യഘട്ടത്തിൽ ഡോക്ടർമാരുടെ രോഷമേറ്റി. പിന്നാലെ രാഷ്ട്രീയ പ്രതികരണങ്ങൾ. വിഷയം കൂടുതൽ സങ്കീർണമായി. सीमेंट रह सकता है, बाल रह सकता है, नाखून रह सकता है, जिससे प्रमाण मिलेगा डीएनए टेस्टिंग से, वो कंस्ट्रक्शन करके तोड़फोड़ करके सारा ममता बनर्जी खत्म कर देगा. ഒരു ഗർഭിണിയും കുഞ്ഞുമടക്കം 3 പേർ കഴിഞ്ഞ ദിവസങ്ങളിൽ ചികിത്സ കിട്ടാതെ മരിച്ചു. ഇത് ചൂണ്ടിക്കാട്ടി കാലുപിടിക്കാനും തയ്യാറാണെന്നും ജോലിയിലേക്ക് മടങ്ങണമെന്നും മുഖ്യമന്ത്രി മമത ഡോക്ടർമാരോട് അപേക്ഷിച്ചു. এবং আগামী রবিবারের মধ্যে সিবিআইকে ফাঁসির ব্যবস্থা করতে হবে এবং পুরোপুরি তদন্ত উদ্ঘাটিত করতে হবে, যদিও আমাদের কলকাতা পুলিশ তদন্তের 90% করে দিয়েছে. എന്നിട്ടും സമരം അവസാനിപ്പിക്കാൻ ഡോക്ടർമാർ തയ്യാറല്ല. BJPയും CPIMും ബംഗാളിൽ ബംഗ്ലാദേശ് മോഡൽ അട്ടിമറിക്ക് ശ്രമിക്കുന്നുവെന്ന മമതയുടെ ആരോപണം. പിന്നാലെയാണ് സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തി രാഹുൽ ഗാന്ധിയും രംഗത്തെത്തിയത്. ഇതോടെ വിഷയത്തിൽ മമത പൂർണ്ണമായും ഒറ്റപ്പെട്ടു. ഇതുവരെ മൗനം പാലിച്ച തൃണമൂലിന്റെ വനിതാ MP മാർ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയിട്ടുണ്ട്. 24 ഡൽഹി.